ഗസയിലെ വെടിനിർത്തൽ വീണ്ടും അനിശ്ചിതാവസ്ഥയിൽ. ബന്ദികളെ വിട്ടുകൊടുക്കാതെ വെടിനിർത്തൽ സാധ്യമല്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രയേൽ. അതേസമയം ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ ശക്തമായ റോക്കറ്റ് ആക്രമണവും നടത്തി. ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ അമേരിക്ക വാഗ്ദാനം ചെയ്യുന്നുമുണ്ട്. ബന്ദികളെ പൂർണ്ണമായും വിട്ടുകൊടുക്കാതെ വെടിനിർത്തൽ സാധ്യമല്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ. ബന്ദികളെ വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്താൻ ഹമസിനും സാധ്യമായിട്ടില്ല. ഈജിപ്തും അറബ് രാജ്യങ്ങളും വെടിനിർത്തലിനായി കാര്യമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇസ്രായേലിനെ പൂർണ്ണ പിന്തുണ ഉറപ്പാക്കി അമേരിക്കയും രംഗത്തുണ്ട്. ഐക്യരാഷ്ട്രസഭ വെടിനിർത്തൽ പ്രമേയത്തെ എതിർത്ത് അമേരിക്ക വോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതേസമയം ഹിസ്ബുള്ള ഭീകരർ ഇസ്രായേലിൽ ആക്രമണം തുടരുകയുമാണ്. ഇന്ന് പുലർച്ചെ വടക്കൻ ഇസ്രായേലിൽ നിരവധി ഇടങ്ങളിൽ ആക്രമണം നടന്നു. ലെബനൻ കേന്ദ്രീകരിച്ചാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ ശക്തമാകുമ്പോൾ ഇസ്ലാമിക ഭീകര സ്വഭാവമുള്ള സംഘടനകൾ തടസ്സങ്ങൾ തുടരുകയുമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.